ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വരുന്ന ഒരു മീഷോ ഹോളാണ്. ഇന്ന് ഞാൻ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുർത്ത സെറ്റുകളാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഡ്രസ്സാണ്. മിഡി ഡ്രസ്സാട്ടോ, ജോർജറ്റ് മെറ്റീരിയലാണ്. ഇന്ന് വേറെ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് സ്വിസ് ബ്യൂട്ടിയുടെ പ്യുവർ ലെസ്റ്റർ ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വരുന്നത് 07 ആട്ടോ. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഇന്ന് കാണിക്കുന്ന എല്ലാ അനാർക്കലി മോഡൽ കുർത്ത സെറ്റുകളാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ. ലോങ് സ്ലീവ്സ് ആണ്. ഇവിടെ പാഡിങ് വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. മെറ്റീരിയൽ സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ലിങ്കിലുണ്ട്. ഞാൻ ആ ലിങ്ക്സും താഴെ കൊടുക്കാം. ഇങ്ങനെയാണ് ബാക്ക്. ഇവിടെ വള്ളിയുണ്ട്, നമുക്ക് ടൈ ചെയ്ത് വെക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാർക്കലി സ്യൂട്ടാട്ടോ ഇത്. ഇതിനാണെങ്കിൽ സ്ലീവ്സിൽ ഒഴിച്ച് താഴെ വരെ ലൈനിങ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിബ് വരുന്നുണ്ട്. ഇത് ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. ഇതാട്ടോ പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻസ് ക്രേപ്പ് മെറ്റീരിയലാണ്. ഇതാണ് ദുപ്പട്ട, ജോർജറ്റ് മെറ്റീരിയലാണ്. ഇവിടെ ആണെങ്കിൽ 2 കുഞ്ഞ് പീസ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ട്. 2 അറ്റത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത 1657 റുപ്പീസിനാണ്. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റുകളും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇത് ആക്ച്വലി ഒരു ഗൗൺ മോഡലാട്ടോ. ഈ ഒരു ഡ്രസ്സ് ആൻഡ് ഒരു ദുപ്പട്ടയാണ് വരുന്നത്. ഇതിനാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തിൻ്റെ ഐഡിയ കിട്ടും. ഇതിൻ്റെ കൂടെ പാൻസ് വരുന്നില്ല കേട്ടോ. പാൻസിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഗിൻസ് ഇടാം. കാരണം ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ലോങ് സ്ലീവ്സ് ആണ്. ഇതിനാണെങ്കിൽ പാഡിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. ആൻഡ് സ്ലീവ്സ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ. ഇവിടെ വരെ ലൈനിങ് ഉണ്ട്. താഴത്തെ ഫ്ലെയറിലൊക്കെ സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ ഇതിന്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയും ഡ്രസ്സും ജോർജറ്റ് മെറ്റീരിയലാട്ടോ. ദുപ്പട്ടയുടെ ചുറ്റും പിന്നെ ഉള്ളിലും സീക്വൻസ് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 1287 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഫ്ലോറൽ ഡിസൈൻ ആട്ടോ വരുന്നത്. ലോങ് സ്ലീവ്സ് ആണ്, പാഡഡ് ആണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് ആണ്. ബീഡ്സ് ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് പൊതിഞ്ഞ് വെച്ചതാണ്. ഇങ്ങനെയാണ് ബാക്ക്. ഇവിടെ 2 വള്ളി ഉണ്ട്, നമുക്ക് ടൈ ചെയ്ത് വയ്ക്കാം. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റാണ്. സ്ലീവ്സ് ഒഴിച്ച് താഴെ വരെ ലൈനിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഷിഫോൺ എന്നാട്ടോ. തൊട്ടിട്ട് ചെറിയ മിക്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഷിഫോണിൻ്റെ പോലെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അല്ല, കുറച്ചൊരു മിക്സ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ തൊട്ടിട്ട്. ഇതാണ് പാൻസ്. പാൻസ് പിങ്ക് ഷെയ്ഡിലാട്ടോ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ക്രേപ്പ് മെറ്റീരിയലാണ് പാൻസ്. കുർത്തയുടെ സെയിം മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത്. 4 സൈഡിലും കോട്ടപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ദുപ്പട്ടയുടെ വിഡ്ത്ത് കുറവാട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 1479 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു പിങ്ക് അനാർക്കലി സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മേളത്തെ പോർഷനിൽ മൊത്തം ഇങ്ങനെ പ്രിൻ്റഡ് ആട്ടോ വരുന്നത്. ബാക്കിൽ അതുപോലെ തന്നെയാണ്.
ആൻഡ് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച മോഡലാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. താഴെ ഇവിടെ പോൾക്ക ഡോട്ട്സ് ഉണ്ട്. ഏറ്റവും അടിയിൽ മേലത്തെ സെയിം ഡിസൈൻ ഉണ്ട്. ആൻഡ് ഇവിടെ കോട്ടപ്പട്ടി ലേസ് ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ. ആൻഡ് സ്ലീവ്സ് ഒഴിച്ച് താഴെ വരെ ലൈനിങ് ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലീറ്റഡ് കുർത്ത സെറ്റാണ്. സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഇവിടെ വള്ളിയുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ടൈ ചെയ്ത് വയ്ക്കാം. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. ഇവിടെ വരെയുണ്ട് ലൈനിങ്. ഇവിടെ കോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ടോപ്പിൻ്റെ ഡിസൈനാണ് വരുന്നത്. ഇതാണ് ദുപ്പട്ട. 4 സൈഡിലും കോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ആണ്. ഇതിൻ്റെ കുർത്ത, പാൻറ്റ് ആൻഡ് ദുപ്പട്ട ജോർജറ്റ് മെറ്റീരിയലാട്ടോ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 1508 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ലോങ് സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൻ്റെ അറ്റത്ത് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക്. ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട്. ഈ ഒരു സൈഡിൽ സിബ് ഉണ്ട്. സ്ലീവ്സ് ഒഴിച്ച് താഴെ വരെ ലൈനിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലാണെങ്കിൽ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഒരു സിൽക്ക് മെറ്റീരിയലാണ്. കുറച്ചൊരു ക്രഷ്ഡ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. ചെറുതായിട്ട് ഷൈനിങ് ഉണ്ട് കേട്ടോ. ബാക്കിൽ വള്ളിയുണ്ട്, നമുക്ക് ടൈ ചെയ്ത് വെക്കാം. ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം കേട്ടോ. ഇതിനാണെങ്കിൽ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ലൂസ് ഉണ്ട്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ക്രേപ്പ് മെറ്റീരിയലാട്ടോ. ഇതാണ് ദുപ്പട്ട. ഇതിലിങ്ങനെ സീക്വൻസ് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. കുർത്തയുടെ സെയിം മെറ്റീരിയലാണ്. അടുത്തത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന കുർത്ത സെറ്റാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡാട്ടോ. ഇവിടെ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. ലോങ് സ്ലീവ്സ് ആണ്. ഈ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ എംബ്രോയ്ഡറി ഉള്ളത്. സ്ലീവ്സിൻ്റെ അവിടെ ഒന്നുമില്ല. പിന്നെ ഏറ്റവും അടിയിലും ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. അവിടെ എംബ്രോയ്ഡറി ഇല്ല കേട്ടോ. ആൻഡ് ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ സൈഡ് സിബ് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് ഒഴിച്ച് ഏറ്റവും താഴെ വരെ ലൈനിങ് ഉണ്ട്. ഇങ്ങനെയാണ് ബാക്ക്. ഇവിടെ 2 വള്ളിയുണ്ട്, നമുക്ക് ടൈ ചെയ്ത് വെക്കാം. നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഗൻസയാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻസ് വൈറ്റ് കളറാണ്. കുർത്തയും ദുപ്പട്ടയും ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു അനാർക്കലി സെറ്റുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം കുർത്തയുടെ ആണെങ്കിലും ബോട്ടത്തിൻ്റെ ആണെങ്കിലും മെറ്റീരിയൽ ചിലതിൻ്റെ ഒക്കെ ഇവിടെ തെറ്റാട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ദുപ്പട്ട. കുർത്തയുടെ സെയിം മെറ്റീരിയലാണ്. 4 സൈഡിലും ഗോട്ടാപ്പട്ടി ലേസ് ഉണ്ട്. രണ്ടറ്റത്തും ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഇതിന് പാഡിങ് വരുന്നുണ്ട്. ഞാനിത് പർച്ചേസ് ചെയ്തത് 1539 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.